ഹായ്, നമസ്കാരം. സായി ബ്രോ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ആരംഭിക്കട്ടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്. ഇന്നത്തെ ചില സുന്ദരമായ നിമിഷങ്ങളാണ് നാളത്തെ നമ്മുടെയൊക്കെ മധുരമൂറുന്ന ഓർമ്മകളായി മാറുന്നത്. ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഓർമ്മകളുടെ ചെപ്പിലേക്ക് നമ്മളെപ്പോഴും കൂട്ടിവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അത്തരം മധുരമുള്ള ഓർമ്മകളെയാണ്. ഓർമ്മകളുടെ യാത്രകളായാണ്. അതെ, യാത്രകൾ. യാത്രകളെ ഇഷ്ടപ്പെടുന്ന, യാത്രകളെ പ്രണയിക്കുന്ന, യാത്രകളെ ജീവൻ്റെ സ്പന്ദനമാക്കി നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ എൻ്റെ സായി ബ്രോ എന്ന ഈ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ സമർപ്പിക്കട്ടെ. ഇത് പട്ടാമ്പി, കേരളത്തിലെ പ്രകൃതിരമണീയമായ അനേകം ഇടങ്ങളിൽ ഒന്നാണിത്. ഇതെൻ്റെ നാടുകൂടിയാണ്. ഒരു പട്ടാമ്പിക്കാരൻ എന്ന് പറയുന്നതിൽ ഞാൻ എന്നും അഭിമാനിക്കുന്നുണ്ട്. പട്ടാമ്പി എനിക്കെന്നും എൻ്റെ സ്വന്തം സ്വർഗരാജ്യമാണ്. എൻ്റെ നാടിനെ പോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അത് ഞാൻ പറയാം. അതെൻ്റെ യാത്രകളാണ്. ഓരോ യാത്രയും നമുക്ക് നൽകുന്നത് വ്യത്യസ്തതകളാണ്, ജീവിതത്തിൻ്റെ പുതിയ മുഖങ്ങളാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു അനിർവചനീയമായ അനുഭവങ്ങളാണ്, അല്ലേ? ദീർഘമായുള്ള യാത്രയിൽ പലപ്പോഴും എനിക്ക് മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വീട്. അതെ, ഇതാണ് എൻ്റെ വീട്. നമ്മുടെ ചാനലിലെ ആദ്യ യാത്ര പുട്ടപ്പർത്തി തിരഞ്ഞെടുക്കാൻ കാരണം അതെൻ്റെ പേരിനോടുള്ള ഒരു അന്വേഷണം കൂടിയാണ്. യാത്രാ സൗകര്യങ്ങൾ അപര്യാപ്തമായിരുന്ന 45-50 വർഷങ്ങൾക്ക് മുൻപേ പുട്ടപ്പർത്തിയിലേക്ക് യാത്ര പോയിരുന്ന ഒരാളുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ. ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം കാളവണ്ടിയിലൊക്കെ യാത്ര ചെയ്താണ് അവിടെ എത്തിച്ചേർന്നിരുന്നതെന്ന് അമ്മയുടെ ഓർമ്മകളിലൂടെ ഞാൻ അറിഞ്ഞു. അച്ഛൻ്റെ ആ ജീനായിരിക്കണം യാത്രകളോടുള്ള ആ പ്രണയത്തിന് എനിക്ക് ആധാരമായി തീർന്നു. അച്ഛനെക്കുറിച്ചുള്ള ചെറിയ ഓർമ്മകളെ ഉള്ളൂവെങ്കിലും എൻ്റെ മനസ്സിലെ ആ റിയൽ ഹീറോയ്ക്ക് പ്രണാമമർപ്പിച്ച് വീണ്ടും ഒരു യാത്ര. അതെ, പുട്ടപ്പർത്തിയിലേക്ക്. ഇതാണ് ഉണ്ണി ബ്രോ. ഒരുവിധം എൻ്റെ എല്ലാ യാത്രകളിലും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ എന്നെ കൊണ്ടെത്തിക്കുന്നത് ഉണ്ണിബ്രോ ആണ്. ഞങ്ങൾ സ്നേഹത്തോടെ ഫ്രീക്കുണ്ണി എന്ന് വിളിക്കുന്ന മിസ്റ്റർ ഉണ്ണിബ്രോ. ഉണ്ണിബ്രോ എൻ്റെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ.
സുഖകരമായ ഒരു ഉറക്കത്തിന് ശേഷം ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നത് മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ്. സൂര്യൻ ഉദിച്ചുയരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. കേരളത്തിൽ നിന്നും പുട്ടപ്പർത്തിയിലേക്ക് യാത്ര ചെയ്യാൻ ട്രെയിനാണ് ഞാൻ ആശ്രയിക്കാറ്. ഷൊർണൂരിൽ നിന്നും കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൽ യശ്വന്ത്പൂർ ജംഗ്ഷനിൽ ഇറങ്ങും. അവിടെ നിന്നും ബസ്സിൽ കയറി ബാംഗ്ലൂർ സിറ്റിയിലുള്ള മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിലേക്ക്. മെജസ്റ്റിക്കിലുള്ള ആന്ധ്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 മണിക്കൂർ ഇടവിട്ട് പുട്ടപ്പർത്തിയിലേക്ക് ബസ്സുണ്ട്. ആന്ധ്രയുടെ ഗ്രാമങ്ങളിലൂടെയുള്ള 3.5 മണിക്കൂർ ബസ് യാത്ര നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നതാണ്. കേരളത്തിൽ നിന്ന് നേരിട്ട് പുട്ടപ്പർത്തിയിലേക്ക് ട്രെയിനില്ല. നേരിട്ട് പുട്ടപ്പർത്തിയിലേക്ക് ട്രെയിൻ കിട്ടാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സ്റ്റേഷൻ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുന്ന മുംബൈയിലേക്കുള്ള ലോകമാന്യ എക്സ്പ്രസ്സിൽ സത്യസായി പ്രശാന്തി നിലയം എന്ന സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമുക്ക് പുട്ടപ്പർത്തിയിലെത്താം. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ഡിസ്ട്രിക്റ്റിലാണ് പുട്ടപ്പർത്തി സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമീണതയും നാഗരികതയും കൂടിച്ചേർന്ന വഴികളിലൂടെയുള്ള ഈ യാത്ര ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുകയാണ് ചെമ്മണ്ണ് കലർന്ന ഭൂമി. ഏകാന്തമായ യാത്രയെ പ്രണയിക്കുന്നവർക്ക് ഈ കാഴ്ച ഒരു വിരുന്നാണ്, കണ്ണിനും മനസ്സിനും. നീണ്ട ബസ് യാത്രയുടെ ആലസ്യത്തിൽ ഇടയ്ക്കെപ്പോഴോ ഒരു ചെറിയ മയക്കത്തിലേക്ക് ഞാനും വഴുതി വീണു. പുട്ടപ്പർത്തി എത്താൻ ഇനി അധികം ദൂരമില്ല. സത്യസായി ആശ്രമത്തിലേക്കുള്ള റോഡ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു.
എൻ്റെ ക്യാമറ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്കൊക്കെ അവൻ തലയുയർത്തി നോക്കുന്നുണ്ട്. ഇത്തരം യാത്രയിലെ ചില കൗതുക കാഴ്ചകളാണ് ഇതെല്ലാം. നമ്മളിപ്പോൾ പുട്ടപ്പർത്തിയുടെ കാഴ്ചകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിമനോഹരമായ ഈ നാടിൻ്റെ വർണ്ണക്കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. വരും എപ്പിസോഡുകളിൽ പുട്ടപ്പർത്തിയുടെ വിശാലമായ കാഴ്ചയും വിവരണവും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം.